ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 105 പോയിന്റ് നെഗറ്റീവും, S&P ഫ്ലാറ്റും, നസ്ഡാക്ക് 39-40 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 37 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണും പ്രതീക്ഷിക്കാം. കാരണം ഗ്ലോബൽ മാർക്കറ്റ് ഇനിയിപ്പം എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിൽ ഇന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമുക്ക് ഫോം ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് മിക്കവാറും ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യത ഉണ്ടെന്ന്. ഇന്ന് മാർക്കറ്റ് ഏകദേശം ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് സെഷൻ മൊത്തം ഒരു സൈഡ് വേസ് ആയിരുന്നു. പിന്നെയാണ് വീണ്ടും ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയിട്ട് പിന്നെ മാർക്കറ്റ് ഒരു സൈഡ് വേസിലോട്ട് പോയത്. മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,314 ഈ ആഴ്ച ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ് മാർക്കറ്റിൽ. മാർക്കറ്റ് മിക്കവാറും ഒരു രണ്ട് സൈഡും മൂവ്മെൻറ്റിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. നമുക്ക് ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് ചാർട്ട് നോക്കാം. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞത് ഏകദേശം ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇതും സെക്കൻഡ് ടാർഗറ്റ് ഇതുമാണ്. പക്ഷേ മാർക്കറ്റ് ഏകദേശം ഇതിന് മുകളിലാണ് ഓപ്പൺ ചെയ്തത്. ഇവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് ഏകദേശം ഒന്ന് സൈഡ് വൈസ് പോയിട്ട് പിന്നെ വീണ്ടും മുകളിലോട്ട് കയറി വീണ്ടും ഒരു സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. രണ്ട് സെഷനിലും മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്. മിക്കവാറും മാർക്കറ്റിൽ നല്ല മൂവ്മെൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. നമുക്ക് ലെവൽസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. മാർക്കറ്റ് താഴോട്ടുള്ള ലെവൽസ് ഇരുപത്തിയഞ്ച് 124. രണ്ടാമത്തെ ലെവല് 25,050 ഗ്യാപ്പ് 25,060. ഓക്കെ, മൂന്നാമത്തത് 980. മുകളിലോട്ട് 25,240. ഇന്നലത്തെ ആ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത സ്ഥലം. കിടക്കട്ടെ. 220. പിന്നെ വരുന്നത് 340. ഓക്കെ, പിന്നെ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബാക്കി ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് ഇതിനുള്ളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലെവലിന് ഉള്ളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 25,220 ആണ്. 25,220 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,124 വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 15 മിനിറ്റിൽ താഴോട്ട് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗണോ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ ശ്രദ്ധിക്കുക. 25,200
താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,124 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത ഉണ്ട്. മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് മിക്കവാറും സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 25,124 ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 316 ആയിരിക്കും. 25,316 ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. 25,220 പിന്നെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 25,316 ആയിരിക്കും. അപ്പം ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് കിട്ടിയിട്ട് താഴോട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് 25,124 താഴോട്ട് വയ്ക്കാം. പിന്നെ അതിന് തൊട്ട് താഴെ വരുന്നതെന്ന് പറയുന്നത് 25,061. അതുവരേക്കും മാർക്കറ്റ് ഇറങ്ങി വരുമെന്ന് തോന്നുന്നില്ല ഇന്നത്തെ ദിവസം. എങ്കിലും ഈ ഒരു ലെവലിലൂടെ മാർക്ക് ചെയ്ത് വയ്ക്കുക. 25,124 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 25,061. മുകളിലോട്ടുള്ളതെന്ന് പറയുന്നത് 25,316. തൊട്ട് മുകളിൽ വരുന്ന ലെവൽ ഏകദേശം നമുക്ക് ഇതിൽ നോക്കാം. ലോവർ ടൈം ഫ്രെയിമിൽ ഇൻട്രാഡേ ചാർട്ടിൽ ഇതിൻ്റെ മുകളിലുള്ള ലെവൽ തരാം. ഇവിടെ നിന്ന് 15 മിനിറ്റ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മുകളിലോട്ട് ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും. ഏകദേശം 450 ലെവൽ വരേക്കും മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇന്ന് ഡേറ്റയിലോട്ട് പോകാം. സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് 2,500 കോടി അടുപ്പിച്ച് FIS സ്റ്റോക്ക് സെല്ലിംഗ് ആണ്. DIS ബൈയിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. 2,373 കോടിക്ക് ബൈയിങ് ആണ്. നെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് സെല്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സും സെല്ലിംഗ് ആണ്. FIS ഏകദേശം 1.58 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും 1.81 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. പ്രോ സ്ട്രോങ് ബൈയിങ് ആണ്. 3.23 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. 1.2 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. ക്ലൈൻറ്റ് 4.81 ലാക്ക് ക്വാണ്ടിറ്റി സെല്ലിംഗ് ആണ്. മാർക്കറ്റ് മിക്കവാറും ഒരു ബുള്ളിഷിനുള്ള സാധ്യതയുണ്ട്. ഒരു ഗ്യാപ് ഡൗൺ കിട്ടി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴോട്ട് വരികയാണെങ്കിലും മാർക്കറ്റ് മിക്കവാറും ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് 25,200 സ്ട്രോങ് സപ്പോർട്ടാണ്. ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഫുൾ ഡേ 25,200 എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഒരിക്കൽ പോലും അതിൽ മാറ്റം വന്നിട്ടില്ല. സ്ട്രോങ് സപ്പോർട്ടായിട്ട് തന്നെയാണ് നിന്നത്. പക്ഷേ മാർക്കറ്റിൽ പ്രൈസ് ആക്ഷനൊക്കെ എന്ന് പറയുന്നത് നല്ലൊരു റിജക്ഷൻ ഉണ്ടായിരുന്നു. 25,220 ഇന്നലത്തെ നമ്മുടെ ലെവലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഒരു കൺസോൾട്ടേഷൻ്റെ കാര്യം. ഏകദേശം ഞാനിന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ CPRന് ഫസ്റ്റ് റെസിസ്റ്റൻസിനിടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ക്ലോസിങ് ഈ ഒരു ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. ഏകദേശം ഹാഫ് ഡേ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു മുകളിലോട്ട്. ഇവിടെ നിന്ന് ചെറിയൊരു കയറ്റം മാർക്കറ്റിൽ കൊടുത്തു. പിന്നെ വീണ്ടും ആ ഒരു ഏരിയയിൽ 3:30 മണി വരയ്ക്കും മാർക്കറ്റ് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. ഇന്ന് നാരോ CPR ആണ്. 20,195 തൊട്ട് 25,228 വരയ്ക്കും 34 പോയിൻറ്റിൻ്റെ CPR ആണ്. CPRന്ന് ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. CPRലോട്ട് മാർക്കറ്റ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ CPR ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. CPRന് താഴെ മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ 25,168 25,149 ശ്രദ്ധിക്കുക. ഇവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റിൽ. CPR ബ്രേക്കൗട്ട് കിട്ടി തന്നെ മുകളിലോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. അതായത് ഇവിടെ നിന്നൊരു പുൾ ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ CPR ബ്രേക്കൗട്ട് കിട്ടും മുകളിലോട്ട്. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25,149 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് എൻട്രി നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 25,195 25,212. നെക്സ്റ്റ് ടാർഗറ്റ്
പ്രീവിയസ് ഡേ ലോ ഹൈ ബ്രേക്ക് ഔട്ടിന് സാധ്യത ഉണ്ട്. അതായത് CPR ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ നോക്കണ്ട. അടുത്ത റെസിസ്റ്റൻസ് വരിക 25,299, 25,289 ആണ്. മൂന്നാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 25,372, 25,354. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,424, 25,440. എൻ്റെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ബുള്ളിഷാണ്. താഴോട്ട് പോയാലും അവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് ശ്രദ്ധിക്കുക. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്